കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതുണ്ടാക്കുന്ന, അതായത് ഈ വനിതാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പരസ്യമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. മറുഭാഗത്ത് CPM-ന് വലിയ ഊർജ്ജമാണ് ഈ വിഷയം നൽകിയത്. കാരണം സർക്കാരിനെതിരായ പ്രതിഷേധങ്ങൾ, തുടർച്ചയായ പ്രതിഷേധങ്ങൾ, അതെല്ലാം ഒരു പരിധിവരെയെങ്കിലും മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തുകയും രാഹുലിലേക്ക് വിഷയങ്ങൾ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ ഇവിടെ അരുൺ, ഈ യുവ നേതാക്കൾക്കിടയിൽ ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രതീക്ഷയാണല്ലോ നൽകിയിരുന്നത്. ഈ രണ്ടാം നിര നേതാക്കളോ അല്ലെങ്കിൽ യുവ നേതാക്കളോ ഒക്കെ കരുത്താർജിക്കുന്നു, അവർക്ക് ജനങ്ങൾക്കിടയിൽ കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്നു എന്ന ഒരു പൊതു വിലയിരുത്തൽ കോൺഗ്രസിനുണ്ടായിരുന്നു. പല മുതിർന്ന നേതാക്കളെക്കാൾ കൂടുതൽ ജനകീയരായി അവർ മാറുന്നു എന്ന വിലയിരുത്തൽ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു നേതാവിന് നേരെ ഇങ്ങനെ വിമർശനങ്ങൾ ഉയരുമ്പോൾ അത് ആ നിലയിൽ കോൺഗ്രസിന്റെ യുവനിരയെ ഒന്നാകെ തളർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടോ? അവിടെ ഉണ്ടാകുന്ന ഈ ചേരിപ്പോര് അത് കോൺഗ്രസിനെ ഏത് നിലയിലായിരിക്കും ബാധിക്കുക, അരുൺ? തീർച്ചയായിട്ടും അത്ര എളുപ്പത്തിൽ കോൺഗ്രസിന് മറികടക്കാവുന്ന വിഷയമായത് മാറില്ല. കൂടുതൽ പ്രതികരണങ്ങൾ വരുന്നു, കൂടുതൽ ആരോപണങ്ങൾ വരുന്നു, കൂടുതൽ ആളുകൾ സ്ത്രീകൾ പ്രതികരിക്കാൻ തയ്യാറായി മുന്നോട്ട് വരുന്നു. അതുതന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിനെ കുഴയ്ക്കുന്ന ഒരു കാര്യം. CPM മറുഭാഗത്ത് മറ്റൊരു തരത്തിലുള്ള ഒരു തന്ത്രമാണ് ഇത് സ്വീകരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്നതാണോ, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയി തുടർന്ന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒക്കെ UDF മുന്നണി അങ്ങനെ പോകുന്നതാണോ ഗുണമെന്ന ചർച്ചകൾ CPM-ൽ സജീവമാണ്. അവിടെ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്ര നാൾ തുടരുന്നു അത്രയും ഗുണം CPM-നും മുന്നണിക്കും ഉണ്ടാകും. കോൺഗ്രസിനെ തുറന്നുകാട്ടാൻ അതിൽ കൂടുതൽ കാര്യങ്ങൾ, ഇതിൽ കൂടുതൽ ശക്തമായ ഒരു തെളിവും വേണ്ട എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സ്ത്രീകൾക്ക് മാത്രമല്ല ട്രാൻസ്ജെൻഡർ സമൂഹത്തിനും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധി പരാതികളുണ്ട്. അവന്തികയുടെ പരാതി നമ്മൾ പുറത്തുവിട്ടതാണ്. അരുണിമയെ പോലെ കോൺഗ്രസുമായി ചേർന്നു പോകുന്ന ട്രാൻസ്ജെൻഡർ കോൺഗ്രസിന്റെയൊക്കെ രക്ഷാധികാരിയെ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ അടക്കമുള്ളവർ അവർ പോലും വലിയ വിമർശനം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പല വാദങ്ങളും പൊളിച്ച് രംഗത്ത് വരുന്നതും നമ്മൾ കണ്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ഇത്തരത്തിലൊരു ഗൂഢാലോചന സിദ്ധാന്തം വരുമ്പോൾ അതിനെയൊക്കെ ചോദ്യം ചെയ്തുള്ള ആളുകൾ രംഗത്ത് വരുന്നുണ്ട്. ഏതായാലും CPM-ന്റെ തന്ത്രം ഇപ്പോൾ ഇത് തന്നെയാണ്. ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടം രാജിവെക്കാതെ തുടരും തന്നെയാണ് തങ്ങൾക്ക് ഗുണമെന്ന് തന്നെയാണ് CPM കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ അത്ര ശക്തമായ ഒരു പ്രക്ഷോഭം, നേതാക്കളുടെ വാക്കുകളിൽ രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണം, ചില ട്രോളുകൾക്ക് സമാനമായ ചില പ്രതിഷേധങ്ങൾ നടത്തുന്നതിനപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിക്ക് വേണ്ടി നമുക്കറിയാം ഇത്തരത്തിലൊരു പ്രതിപക്ഷത്തുള്ള അല്ലെങ്കിൽ തങ്ങളുടെ രാഷ്ട്രീയ ശത്രുക്കൾ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ, രാഷ്ട്രീയ ശത്രുക്കൾ അത്തരത്തിലൊരു പ്രശ്നത്തിൽപ്പെടുമ്പോൾ CPM ഏത് വിധത്തിലാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക നമുക്കറിയാം. അങ്ങനെയല്ല CPM-ന്റെ ഇപ്പോഴത്തെ സമര രീതികൾ. അവർ വളരെ ആസ്വദിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. കോൺഗ്രസ് വന്ന് പെട്ടിരിക്കുന്ന, പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ CPM-നെ എപ്പോഴും ശക്തമായി വിമർശിക്കുന്ന, ഒരുപക്ഷെ അല്പം കടന്ന ഭാഷയിൽ പോലും CPM വിമർശിക്കാൻ ധൈര്യം കാട്ടി. അതുതന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫാൻ ബേസിന്റെ അടിസ്ഥാനം എന്ന് കൂടി പറയേണ്ടി വരും. അതാണ് ഒരുപക്ഷെ മുഖ്യമന്ത്രി അടക്കം പേരെടുത്ത് വിളിച്ചുകൊണ്ട് അതിരൂക്ഷമായി വിമർശിക്കുന്ന നേതാവ് കൂടിയായിരുന്നു രാഹുൽ മാങ്കൂട്ടം. അതുകൊണ്ട് തന്നെ വലിയ സ്വീകാര്യത കോൺഗ്രസിനകത്ത് രാഹുലിന് ലഭിച്ചിരുന്നു. ജോർജ് പൊടിപ്പാറ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. ശ്രീ ജോർജ് പൊടിപ്പാറ, ഇവിടെ ഇതാ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിക്കാൻ കോൺഗ്രസിന് സാധിച്ചു എന്നത് സ്വാഗതാർഹം തന്നെയാണ്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ തുടരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ ആ പദവിയിൽ നിന്ന് മാറ്റി നിർത്തുന്നു. കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകളിലും യുവ നേതാക്കളിലും ഒക്കെ ഇത്തരം സമാനമായ ആരോപണങ്ങൾ, സ്ത്രീകളുടെ ദേഹത്ത് പോലും മോശമായി സ്പർശിച്ചു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ നേരിട്ട നേതാക്കളെയൊന്നും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ മാറ്റി നിർത്തിയ പശ്ചാത്തലമില്ല. അതൊക്കെ സംഭവം അംഗീകരിക്കാവുന്ന ഒന്നാണ്. പ്രാഥമികമായ അംഗത്വത്തിൽ നിന്ന് റദ്ദാക്കുന്നു. ഇനി നിയമസഭയിൽ മറ്റൊരു ഇടത്ത് രാഹുലിന് ഇരിക്കേണ്ടതായി വരും. ചർച്ചകളിൽ കോൺഗ്രസിന് വേണ്ടി സംസാരിക്കാൻ പറ്റില്ല, അവിടെ സ്പേസ് നഷ്ടമാകും. അതൊക്കെ ശരിയാണ്. എങ്കിൽ പോലും കോൺഗ്രസിനകത്ത് ഈ വിഷയത്തിൽ തുടരുന്ന തമ്മിലടി അത് വരും ദിവസങ്ങളിൽ കൂടുതൽ കരുത്താർജിക്കുവാനുള്ള സാധ്യത തള്ളിക്കളയാനാകുമോ? തീർച്ചയായിട്ടും ഇത് ഇതൊരു സ്വാഭാവികതയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് വലിയൊരു ഫാൻ ബേസ് ഈ പാർട്ടിക്കകത്തുണ്ടായിരുന്നു. ഒരുപക്ഷെ താങ്കൾ കൃത്യമായി സൂചിപ്പിച്ചതുപോലെ CPM-നെതിരെ, എന്തിനു മുഖ്യമന്ത്രിക്കെതിരെ പോലും ഏറ്റവും ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ച് ഒരു ചാമ്പ്യൻ, വിമർശനങ്ങളുടെയൊക്കെ ഒരു ചാമ്പ്യൻ എന്നുള്ള നിലയ്ക്ക് ഒരുപക്ഷെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമായിരിക്കും പിണറായി വിജയൻ എന്ന അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ കേരളത്തിലെ യുവ സമൂഹത്തിനിടയിൽ CPM-നെതിരായ പോരാട്ടത്തിന്റെ ചാമ്പ്യനായിട്ട്, അതിലെ ഏറ്റവും ശക്തമായ മുഖമായിട്ട് അവരൊക്കെ മനസ്സിൽ സൂക്ഷിച്ച
അവരുടെയൊക്കെ മനസ്സിൽ ഇടം പിടിച്ചൊരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അദ്ദേഹം ചാനൽ ചർച്ചകളിൽ അദ്ദേഹം കാണിക്കുന്ന ഒരു വൈഭവം, അതുപോലെ തന്നെ പ്രസംഗ പാഠവും, അതുപോലെ കുറിക്ക് കൊള്ളുന്ന പ്രയോഗങ്ങളിലൂടെ അണികളെ കയ്യിലെടുക്കാനുള്ള ശേഷി, സമരമുഖങ്ങളിൽ കാണിക്കുന്ന ആവേശവും, അതുപോലെ തന്നെ അണികൾക്ക് കൊടുക്കുന്ന മുൻനിരയിൽ നിന്ന് തന്നെ ഒരു പടനായകൻ മുന്നിൽ നിന്ന് നയിക്കണം എന്നുള്ളത് അന്വർത്ഥമാക്കുന്ന ഒരു രീതിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ. സ്വാഭാവികമായിട്ട് ഇതെല്ലാം അണികൾക്കിടയിൽ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഇടയിൽ. കാരണം അവർ കാര്യങ്ങളെ കുറച്ചുകൂടി വൈകാരികമായിട്ട് കാണുന്നവരാണ്. ദേശീയക്കാരും യൂത്ത് കോൺഗ്രസിലൊരു വിഭാഗമൊക്കെ വളരെ മെച്ചുവറായിട്ടോ വളരെ സീസൺഡായിട്ടൊന്നും അല്ല അവർ കാണുന്നത്, മറിച്ച് അവർ ഒരു വൈകാരികതയിൽ, ഒരു കാൽപ്പനികതയിലാണ് അവർ അഭിനമിക്കുന്നത്. ഈ ചങ്ങാതിയുടെ വാക്കുകൾ, ഇദ്ദേഹത്തിന്റെ നോക്കും വാക്കും ബോഡി ലാംഗ്വേജും ഉപയോഗിക്കുന്ന പദങ്ങള് പ്രയോഗങ്ങള് ഇതൊക്കെ അവരെ വല്ലാതെ വൈകാരികമായി തന്നെ അവരെ സ്വാധീനിക്കുന്നുണ്ടാവും. ഇവിടെ ഇപ്പോ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിനെ വൈകാരികമായിട്ട് സമീപിക്കാൻ അവർക്ക് പറ്റില്ല. അവര് അതിനെ വളരെ പക്വതയോടെയാണ് കാണുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു ചെറിയ ആളല്ല. ആ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്. അദ്ദേഹത്തിനെതിരെ കേവലം ഒരു ആരോപണം അല്ല വന്നിരിക്കുന്നത്, എക്സീസ് ഓഫ് ആരോപണമാണ്. ഇനി പുറത്തു വരാത്ത ആരോപണങ്ങൾ പലതും, അത് പുറത്ത് പേര് വരണ്ട എന്നും, എന്നാൽ തങ്ങളുടെ അനുഭവങ്ങൾ നേതൃത്വത്തോട് വിശദീകരിച്ചിട്ടുള്ള പലരും ഉണ്ടാകാനുള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പൊ അവരുടെ അടുത്ത് വേറെയും പല ആരോപണങ്ങൾ എത്തിയിട്ടുണ്ടാകാം. അവര് പരാതിക്കാരായിട്ട് ഇങ്ങനെ പൊതുമണ്ഡലത്തിലേക്ക് വരാനോ അല്ലെങ്കിൽ പോലീസിന്റെ മുമ്പിലേക്ക് എത്താനോ ചാനലിന്റെ മുമ്പിലേക്ക് എത്താനോ അവർ തയ്യാറായിക്കൊള്ളണമെന്നില്ല. പക്ഷെ നേതൃത്വത്തിന് കൃത്യമായ പരാതികൾ കിട്ടിയിട്ടുണ്ടാകാം. അപ്പൊ ഇതെല്ലാം പരിഗണിക്കുമ്പോൾ ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള ആരോപണങ്ങൾ വെറും പൊയ്വടികളല്ല, സത്യത്തിൽ ഇതിനകത്ത് കുറച്ച് അടിസ്ഥാനമുണ്ടെന്ന് അവർക്ക് ബോധ്യമായതുകൊണ്ട് അവരാദ്യം തന്നെ ചെയ്തത് ഇദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി. രണ്ടാമത് അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിക്കുക, MLA സ്ഥാനം രാജിവെപ്പിക്കുന്നു വന്നിരുന്നെങ്കിലും അദ്ദേഹത്തിന് കൂടി പറയാനുള്ള കാര്യങ്ങൾ ഏതെങ്കിലും രീതിയിൽ അദ്ദേഹത്തിന് തന്റെ ഭാഗം ന്യായീകരിക്കാനോ അതൊരു ഗൂഢാലോചനയാണ്, തന്നെ ചിലർ കരുവാക്കുകയായിരുന്നു, അല്ലെങ്കിൽ തനിക്കെതിരെയുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമാണെന്നൊക്കെ സ്ഥാപിക്കാൻ കഴിയുകയാണെങ്കിൽ സ്ഥാപിക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഈ മാത്രമല്ല ഒരു ഉപതെരഞ്ഞെടുപ്പ് ഇപ്പൊ വരുന്നത് അത്ര അധികം രാഷ്ട്രീയമായിട്ടൊരു മണ്ടൻ തീരുമാനമായിരിക്കും, BJPക്ക് ഒരു സ്പേസ് കൊടുക്കുകയാകും എന്നൊരു തിരിച്ചറിവും കോൺഗ്രസിനുണ്ട്. അപ്പൊ അവിടെ ഒരു രാഷ്ട്രീയ അടവ് നയം സ്വീകരിച്ചു. CPM അതിനകത്ത് വെട്ടിലായി പോകും. കാരണം ഏതെങ്കിലും രീതിയിൽ അവിടെ CPM ജയിക്കാനുള്ള സാധ്യതയേക്കാൾ ഏറെ അവിടെ BJP ജയിക്കാനുള്ള സാധ്യതയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ അതും ഒരു ചോദ്യമാണ്. BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ചു, എന്നിട്ട് വീണ്ടും BJPക്ക് നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ചു, പക്ഷെ പാലക്കാട് അക്കൗണ്ട് തുറക്കാൻ ഇടം കൊടുത്തത് കോൺഗ്രസ് ആണ് എന്നുള്ളൊരു വലിയ ആക്ഷേപം CPM പിൽക്കാലങ്ങളിൽ കോൺഗ്രസിന് മേലെ വെക്കും. അപ്പൊ സ്വാഭാവിക പക്ഷേ ശ്രീ ജോർജ് പൊടിപ്പാറ, ഈ ഘട്ടത്തിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ സമരങ്ങളിൽ നിന്ന് അല്പം പിന്നോട്ട് പോകുവാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടം എന്ന MLA രാജിവെച്ച് കഴിഞ്ഞാൽ പിന്നെ CPM-ന്റെ പ്രതിരോധങ്ങൾ തീർന്നു, വിമർശനങ്ങൾ തീർന്നു. അത് മാത്രവുമല്ല, കോൺഗ്രസിന് മുഖമുയർത്തിക്കൊണ്ട് ചോദിക്കാം, നിങ്ങൾ ഈ ആരോപണം നേരിട്ട, അതും ഒരു പരാതി പോലും ഇപ്പോൾ മുന്നിലില്ല, പക്ഷേ FIR പോലും രജിസ്റ്റർ ചെയ്യപ്പെട്ട MLA-മാർ ഇന്ന് തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ എന്ന മറുചോദ്യം അവർക്ക് തീർച്ചയായും ഉന്നയിക്കാൻ അവസരം നൽകും. അപ്പോൾ